നിങ്ങൾ നാരായണീയം പഠിച്ചിട്ടില്ലേ? നാരായണീയത്തിലെ 98-ാം ദശകത്തിലെ ഈ 3-ാമത്തെ ശ്ലോകമൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം നമ്മൾ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ അല്ല ഭട്ടതിരിപ്പാട് പരിചയപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഗുരുവായൂരപ്പനെ നമുക്ക് ബോധരൂപത്തിൽ കാണാൻ സാധിക്കണ്ടേ? എന്ത് ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്? ആത്മീയമായ ബോധം. അതെന്താണ്? അതാണ് ഈ 4-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നു. അഹം ബ്രഹ്മാശ്ച സർവശ്ച ജഗതക്കാരണം പരം ആത്മേശ്വര ഉപദൃഷ്ട സ്വയം ദൃക് അവിശേഷണ തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി വേദേന ജ്ഞോനുപശ്യതി യഥാ പുമാന്നസ്വാംഗേഷു ശിരപ്പാണ്യാദിഷു കുതിൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു മത്പര ത്രയാണാമേകഭാവാനം യോന പശ്യതി വൈഭിതം സർവഭൂതാത്മനം ബ്രഹ്മൻ ശാന്തിം അധിഗച്ഛതി. വല്ലതൊക്കെ തലേ കയറും എനിക്കറിയില്ല. പറയുന്നത് 3 പേര്, അഹം സർവശ്ച ബ്രഹ്മശ്ച. അതായത് ശിവനും നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുക, സൃഷ്ടാവായി ബ്രഹ്മാവും പാലകനായി വിഷ്ണുവും, ഇതിനെല്ലാം സംഹാരം ചെയ്യുന്നത് ശിവനുമാണ്. അപ്പം ഇതിനെ മനസ്സിലാക്കി തരികയാണ് ഭാഗവതം. അതായത് എന്താണ് ഇത് 3? ഇതൊക്കെ നമ്മൾ കഥകളിലൂടെ പറയുമ്പോൾ ഒരാൾ സൃഷ്ടിക്കുന്നു, ഒരാൾ പരിപാലിപ്പിക്കുന്നു, ഒരാൾ സംഹരിപ്പിക്കുന്നു. എന്താണ് സൃഷ്ടി ചെയ്യുന്നത്? ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഇല്ലാത്തതൊരിക്കലും ഒരാൾക്കും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഉള്ളതാണ്. ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ? ഇതൊക്കെ എവിടെയാണ് ഉള്ളത്? അനന്തമായ ബോധത്തിലാണ്. അപ്പം അനന്തബോധത്തിലിരിക്കുന്ന ചിന്തയാകുന്ന അല്ലെ ചിത്തമാണ്, ചിതിലുള്ള ചിത്തം. അപ്പോൾ ബോധത്തിന് ചിത്തമാവാൻ പറ്റും. അപ്പം ആ ചിത്തമാണ് പ്രാണനോട് ചേരുമ്പോൾ അത് മുളച്ച് പൊങ്ങി വരുന്നത്. അപ്പോൾ സമഷ്ടി മനസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മാവ്. അല്ലാതെ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ 4 തലയുള്ളൊരു വ്യക്തി എന്നുള്ള അർത്ഥം എടുക്കരുത് നിങ്ങൾ. 4 തല വെച്ചിരിക്കുന്നത് ഒരാളുടെ ചിത്തത്തിനകത്ത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 പ്രവർത്തനങ്ങളാണ് ചിന്തയുടെ. അപ്പം 4 പ്രവർത്തനങ്ങളെ ബ്രഹ്മാവിൻ്റെ 4 തലകളായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സമഷ്ടി മനസ്സിൻ്റെ പേരാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മനസ്സിൽ കാമമെന്നൊരു ചിന്തയില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഏത് ജീവജാലങ്ങളും പരസ്പരം, ഞാൻ പറയണത് നമുക്ക് കുറേ കൂടിയും കോൺഷ്യസ്നെസ് ഉള്ള ജീവജാലങ്ങളിലേക്ക് നോക്കണം. മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ ഇണചേരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ മനസ്സിലൊരു വികാരം വരുമ്പോഴാണ് പരസ്പരം ഇണചേരുന്നത്. അപ്പം ആ മനസ്സിൽ തോന്നുന്ന വികാരം നോക്കൂ, ശ്രദ്ധിക്കണം. മനസ്സിൽ തോന്നുന്ന വികാരം, അവിടെ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നതെങ്കിൽ ആ വികാര ചിന്തയാണ് ബ്രഹ്മാവ് എന്ന് മനസ്സിലാക്കണം. അപ്പം ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടി വന്നതെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നാണ് സൃഷ്ടി. ഇവിടെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടുന്നാണ് സൃഷ്ടി വരുന്നത്? മനസ്സിൽ നിന്നാണ് സൃഷ്ടി വരുന്നത്. സമഷ്ടി എന്ന് വെച്ചാൽ പക്ഷിയായാലും മൃഗമായാലും ഈവൻ ചെടികൾക്ക് പോലും വൃക്ഷങ്ങളിൽ പോലും മനസ്സുണ്ടെന്നാണ് ഡോക്ടർ JC ബോസ് എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവനില്ലാത്തതായി യാതൊന്നും, ജീവൻ എന്ന് പറഞ്ഞാൽ മനസ്സും പ്രാണനും ചേർന്ന പ്രക്രിയയുടെ പേരാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെടികളിൽ ജീവനുണ്ട്, അതുപോലെ മത്സ്യജീവജാലം. വെള്ളമുണ്ടോ? എന്തുണ്ട്? ജീവനുണ്ടെങ്കിൽ എല്ലാറ്റിലും മനസ്സുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവില്ലാത്തതായി, കൂടെ വരുന്നില്ലേ നിങ്ങൾ? ബ്രഹ്മാവില്ലാത്തതായി ഒന്നുമില്ല. ഇനി ഇതിനെ നിലനിർത്തുന്നത് താളവും നിയമവുമാണ്. ഒരു താള നിയമത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് വിഷ്ണു എന്ന് പറയുക. അപ്പം സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ താള നിയമങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് വിഷ്ണു. അപ്പം നമ്മളൊക്കെ താള നിയമങ്ങൾ തെറ്റിക്കുമ്പോഴാണ് നമുക്ക് പല പല
രോഗങ്ങളും പ്രശ്നങ്ങളും. അപ്പോൾ നോക്കൂ, ഒരു രാവിലെ എണീക്കുക എന്നുള്ളത് പലർക്കും മടിയാണ്. കുട്ടികളെ നിങ്ങൾ എണീപ്പിക്കില്ല. അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്നു, പ്രപഞ്ചത്തിലെല്ലാം വികസിക്കുന്ന ഒരു സമയമാണ് കാലത്ത്. നമ്മൾ മുട്ടുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷികൾ കരയുന്നു, ഒക്കെ രാവിലത്തെ സമയമാണ്, ആണോ? അപ്പം മനുഷ്യൻ്റെ ബ്രെയിനിലെ സെൽസുകളൊക്കെ ഉണരുന്നത് രാവിലത്തെ സമയമാണ്. അപ്പം ആ സമയം മനുഷ്യൻ കിടന്നുറങ്ങിയാൽ, നിങ്ങളിപ്പോൾ കുട്ടികളൊക്കെ രോഗികളാക്കുന്നവരാണ് ദൈവം. ഇപ്പം രാവിലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇൻറ്റേർണൽ ഓർഗൻസും അത് ലേസി ആയി പോകും. ഇപ്പം നമ്മളെന്നൊരു അഹങ്കാരത്തിൽ ജീവിക്കണം മനുഷ്യൻ. ഇവിടെ ഹാർട്ടും ലിവറും കിഡ്നിയും അതുപോലെ പാൻക്രിയാസും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ മനുഷ്യൻ്റെ ജീവിതമുള്ളത്. അപ്പോൾ ഈ പാൻക്രിയാസ് ഒക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ ക്രമേണ അത് മടി കാണിച്ചാൽ പിന്നെ അതിന് ഇൻസുലിൻ നമുക്ക് കുത്തിവെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബൂസ്റ്റും ഹോർലിക്സും എടുത്ത് കഴിച്ചാൽ പോരാ. അതാണ് നിങ്ങൾ കുട്ടികളെയൊക്കെ കേടുവരുത്തിയത്. ബൂസ്റ്റും ഹോർലിക്സും കഴിപ്പിച്ച് ശീലിപ്പിച്ചു നമ്മൾ. എന്താണ്? ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. സത്യത്തിൽ നല്ല അമ്പലങ്ങളൊക്കെ ഉണ്ട് ഈ കേരളത്തിൽ. എന്നിട്ട് നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ വിൽക്കുന്ന സ്ഥലം ഏതാ അറിയോ? ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഷോപ്പുള്ള സ്ഥലം ഏതാ അറിയോ? കേരളമാണ്. എന്താ ഇങ്ങനെയായിപ്പോയത്? കാരണം ഒന്ന് മക്കളെ നശിപ്പിച്ച് കൈ കൊടുത്തു. മനസ്സിലായില്ലേ? മക്കളെ അങ്ങോട്ട് നശിപ്പിച്ചു നമ്മൾ. കാലത്തെണീറ്റ് എവിടെ കൊണ്ടുപോയി ശീലിക്കേണ്ടിയിരുന്നു? അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി ശീലിക്കേണ്ടിയിരുന്നു. രാവിലെ എണീറ്റ് അതിനാണ് നമ്മൾ അമ്പലം വെക്കേണ്ടത്. അല്ലാതെ അമ്പലം കല്ലിനെ ദൈവമാക്കാനല്ല. ഒരു കല്ല് ഇന്ന് വരെ ദൈവമായിട്ടുമില്ല. ഇന്ന് വരെ ഒരു കല്ലിനെ ആർക്കും ദൈവമാക്കാൻ പറ്റിയിട്ടുമില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ മന്ദബുദ്ധിയാണെന്നാണ് പറയുന്നത്. എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല നിങ്ങൾ വരേണ്ടത്, എന്നെ പ്രാപിക്കാൻ വരണമെന്നാണ്. ഭാഗവതത്തിൽ രുക്മിണി ദേവിയുമായി കൃഷ്ണൻ നടത്തുന്ന ഒരു സംവാദം, ദശമസ്കന്ധം 60-ാം അധ്യായം 53-ാം ശ്ലോകം. ദശമസ്കന്ധം, ഇപ്പം നിങ്ങളുടെ ഒരു പുസ്തകം ഉണ്ടാവില്ലേ, ശ്ലോകം ഞാൻ പറയാം. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യ നിരയേബിയേ നൃണം മാത്രാത്മകത്വൽ നിരയസ്സു സംഗമ. മാം പ്രാപ്യ അർത്ഥമാവും നിങ്ങൾക്ക് അർത്ഥമാവും. മാം പ്രാപ്യ, മാം എന്നെ, പ്രാപ്യ, പ്രാപ്യ പറഞ്ഞാൽ പ്രാപിക്കേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ മുന്നിൽ വാഞ്ചതി, വാഞ്ചിക്കുക. വാഞ്ചതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എന്ത്? സത്പതി, നല്ലൊരു പതിയെ കിട്ടണം. സമ്പത്ത്, എനിക്ക് ഐശ്വര്യവും നല്ലൊരു കുടുംബവും എല്ലാം കൂടെ തരണം എന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മന്ദഭാഗ്യ എന്നാണ്. ആരാണവർ? നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി പ്രാർത്ഥിക്കാനല്ല വരേണ്ടത്, എന്നെ പ്രാപിക്കണം. നിങ്ങളും ഞാനും വേറെയല്ല, ഞാനും നിങ്ങളും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന കൃഷ്ണൻ എങ്ങനെ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുക? നിങ്ങൾ നാരായണീയം പഠിച്ചിട്ടില്ലേ? നാരായണീയത്തിലെ 98-ാം ദശകത്തിലെ ഈ 3-ാമത്തെ ശ്ലോകമൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം നമ്മൾ. അവിടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. പലരും 1-ാമത്തെ ശ്ലോകം മാത്രമേ കണ്ടിട്ട് പോവുള്ളൂ, സാന്ദ്രാനന്ദാവബോധം. ഈ ശ്ലോകമൊന്നും ആരും കാണില്ല. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു വർണ്ണനയുണ്ട്, നിർഗുണതത്വ വർണ്ണന. അതിലെഴുതി വെച്ചിരിക്കുന്നത്, നോത്തിര്യം ചം നമർത്യം നസുരമസുരം നസ്ത്രിയം നപ്പുമംസം നോ ദ്രവ്യം കർമ്മജാതിം സദസത് വാപിതേ രൂപമാഹു ശിഷ്ടം യസ്യാ നിഷേധേ നിഗമശതേ ലക്ഷണാവൃത്തിതസ്ഥൽ കൃഷ്ണേണ വിദ്യമാനം പരമസുഖമയം ബാധിതസ്മൈ നമസ്തേ. എന്താ പറയണത്? നോ തിര്യം ചം. അവിടുന്ന് തിര്യക്ക് രൂപത്തിലുള്ള ഒരാളല്ല, മൃഗങ്ങൾ രൂപത്തിലുള്ള ഒരാളല്ല. ന മർത്യം, ആരല്ല? ഒരു മനുഷ്യനല്ല, മനുഷ്യരൂപത്തിലുള്ള അല്ല. നസുരം, ന മസുരം, ന സ്ത്രീ, ന പുമാൻ. മനസ്സിലാവോ നിങ്ങൾക്ക്? ഈ രൂപത്തിലൊന്നുള്ള ആളല്ല. ന പുമാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തിലുള്ള ആളല്ല അങ്ങ്. പിന്നെ ആരാണെന്ന ദ്രവ്യം? വല്ല വിഗ്രഹമാണോ? ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അതുമല്ല. പിന്നെ അങ്ങക്ക് ഒരു എന്താ പറയുക, ഗുണങ്ങളും ഗുണത്തിനെല്ലാം അതീതനാണ്. പ്രത്യേകിച്ച് അങ്ങക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ള
ഭാവങ്ങളൊന്നുമില്ല. പിന്നെ ആരാണങ്ങ്? ശിഷ്ടം യസ്യ നിഷേധേ. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ എന്തൊന്നാണോ അവശേഷിക്കുന്നത്, പിന്നെ അവശേഷിക്കുന്ന എന്താണ്? രൂപങ്ങളൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ഇതിനെ അറിയുന്നൊരു ബോധം മാത്രമാണ്. നമ്മൾ ആ ബോധത്തിലേക്കാണ് ശ്രദ്ധ വരാത്തത്. ഇതിനെല്ലാം അറിയുന്ന ബോധസ്വരൂപനായ കൃഷ്ണേണാവിദ്യമാനം ആർക്കാണോ അവരവരുടെ ഹൃദയത്തിൽ അറിയാൻ സാധിക്കുന്നത്, അവിടെയാണ് ഗുരുവായൂരപ്പ അങ്ങ് പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പനെയല്ല ഭട്ടതിരിപ്പാട് പരിചയപ്പെടുത്തിയത്. എവിടെയാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഗുരുവായൂരപ്പനെ നമുക്ക് ബോധരൂപത്തിൽ കാണാൻ സാധിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ജീവിതം ഒരു കൃത്യനിഷ്ഠയോടെ കൊണ്ടു നടന്ന് ഒരു താളത്തിലാക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത്. ഇനി ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കുന്നത് ചാടി ഡാൻസ് കളിച്ചൊക്കെ നശിപ്പിക്കുന്ന ആളെന്നാണ്. ഇവിടെ വിനാശം എന്നൊരു വാക്കാണ് നമ്മൾ ശിവനെ എപ്പോഴും പറയാം, അല്ലേ? സംഹാരം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കലല്ല. നോക്കൂ, ഇതൊക്കെ സയൻസാണ്. എപ്പോഴും നിങ്ങൾ നോക്കണം, ബ്രഹ്മ വിഷ്ണു ശിവൻ ഇതൊരു കോമ്പിനേഷനാണ്. ഒന്ന് മറയുമ്പോഴാണ് മറ്റൊന്ന് പ്രകടമാവുക. അതുകൊണ്ട് ശിവന്റെ പേര് തന്നെ ശിവം എന്നാണ്, മംഗളമാണ്. ഒന്ന് മംഗളമാവണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിൽ നിന്നും അത് മാറണം, മാറ്റമാണ്. ഇവിടെ മരണമല്ല ഉള്ളത്, ഇവിടെ ഒക്കെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ആരും മരിച്ചു പോകുന്നില്ല, എല്ലാം മാറ്റങ്ങളാണ്. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക്. അത് നമ്മൾ ഈ സൂക്ഷ്മത കാണാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ മരണത്തെ തെറ്റായി മനസ്സിലാക്കുക. അപ്പം ശിവൻ എന്ന് പറഞ്ഞാൽ ഒന്നും നശിപ്പിക്കുകയല്ല, ഒരു രൂപത്തിൽ നിന്നും ഒരു രൂപം മാറിയാലേ വേറൊന്നുണ്ടാവാൻ പറ്റുള്ളൂ. ഒന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് കെട്ടാൽ മറ്റൊന്നിനും വളമായിത്തീരുന്നു. അത് പ്രകൃതിയുടെ അനസ്യൂതമായ കാരണം. ഇതൊരു ചക്രമാണ്. സയൻസ് സൈക്കിൾ എന്നൊരു വാക്ക്, അതായത് ലൈഫ് സൈക്കിൾ എന്നോ എനർജി സൈക്കിൾ എന്നോ കാർബൺ സൈക്കിൾ എന്നൊക്കെ ഈ യൂണിവേഴ്സിനെ ഒരു സൈക്കിളായിട്ട് കാണാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നത്തിങ് ഡിസ്ട്രക്റ്റബിൾ, എവറിത്തിങ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ, നശിപ്പിക്കാൻ പറ്റാത്ത. അപ്പം ഇത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊന്നായിട്ട് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആണ്. ഇത് ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ്, ശാസ്ത്രലോകം പറയുന്നതിന് മുമ്പ്, ഗീതയിൽ 3-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകം എടുത്തു നോക്കൂ. കൃഷ്ണൻ അന്ന് എഴുതി വച്ചിരിക്കുകയാണ്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അകായൂരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു കോൺസ്റ്റൻ്റ് ചക്രം. ചക്രം എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. ഇത് മൂവിങ് ആണ്. ഇതിനൊരിക്കലും ഡിസ്ട്രക്ഷൻ എന്നതില്ല. ഇത് ഒരു ഭാവത്തിൽ നിന്നും മറ്റൊരു ഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അനസ്യൂതമായി കറങ്ങിക്കൊണ്ടിരിക്കുക. ആരും മരിച്ചിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മരിച്ചു പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയേണ്ട. അതുകൊണ്ടാണ് ചില പട്ടികളൊക്കെ നിങ്ങളെ കാണുമ്പോൾ വാലാട്ടുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഏതോ പൂർവികമായൊരു ബന്ധങ്ങൾ. ഒരുപക്ഷെ നമുക്ക് മരിച്ചവരെയൊക്കെ നമുക്ക് ഓർമ്മയില്ലാത്തത് നമ്മുടെ ഒരു ഭാഗ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവിന് ഈ ജന്മം നിങ്ങൾ ഓർമ്മ വന്നാൽ, ഈ ജന്മത്തിലെ ഭർത്താവിനെ തന്നെ ഒരുവിധം പരിധി മാനേജ് ചെയ്തിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇനി അടുത്ത കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവ് റോട്ടിൽ കണ്ടിട്ട് ഓർമ്മയുണ്ട് ഈ മുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ ജന്മത്തിലെ മക്കൾ ഈ റോട്ടിൽ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കാൻ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് ഞങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഭ്രാന്ത് പിടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് മരിച്ചുപോയവരെ കുറിച്ചൊന്നും ഓർമ്മയില്ലാത്തത് ഒരു കണക്കിന് നമ്മുടെ നല്ലതിനാണ്, ആണോ? അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഒന്നിനോടും ഒട്ടിപ്പിടിക്കാനല്ല. ഇവിടെ ഒന്നിനെയും പൊസസ് ചെയ്ത് പിടിച്ചിരിക്കാൻ നമുക്ക് ആർക്കും സാധ്യത. പൊസസ് ചെയ്തോ നിങ്ങൾ ദുരിതം അനുഭവിക്കണം, ഒട്ടിപ്പിടിച്ചോ അനുഭവിച്ചു തീർക്കണം. അപ്പോൾ ഒട്ടലില്ലാതെ ജീവിക്കാനും പറ്റില്ല. അപ്പം എന്ത് വേണം? അപ്പം നമ്മൾ കൂടുതൽ ആരെ ഒട്ടണം?
ഭഗവാനെ ഒട്ടി ഒട്ടി ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച്, അപ്പോൾ ഒന്നിലേക്ക് ഒട്ടുമ്പോൾ, ഒന്നിലേക്ക് അടുക്കുമ്പോൾ, ഒരു കരയിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുകരയിൽ നിന്ന് നമ്മൾ അകലും. ഉണ്ടോ? അതിനാണ് നമ്മൾ ഭക്തിയൊക്കെ കൊണ്ടു നടന്ന് ക്രമേണ ക്രമേണ ജീവിതത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ വന്നിരിക്കുന്നത് ഏതൊരു അനന്ത ശക്തിയിൽ നിന്നാണ്, പൂർണ്ണതയിൽ നിന്നാണ്. തിരിച്ചു പോവേണ്ടതും അതിലേക്കാണ്. എല്ലാവരും വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്, എല്ലാവരും പോവേണ്ടത് അതിലേക്കാണ്. ആരും ആരുടേതല്ല. വെറുതെ എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ സമയം കളയരുത്. അങ്ങനെ ആരും ആരുടെ അല്ല. ഒരു കെട്ടി നിങ്ങൾ കഴുത്തിൽ കയറിട്ടു, അല്ല താലിയിട്ടു എന്ന് വെച്ചിട്ട് അന്നു മുതൽ നമ്മുടേതായി തീരുമാരെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടേതായിട്ടുണ്ട്. വെറും വാക്കിലല്ലേ നമ്മുടേതായിട്ടുള്ളൂ. നോക്കൂ, കല്യാണം കഴിച്ചിട്ട് പറയുകയാണ് നീ എൻ്റെയാണ്, നീ എൻ്റെയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയുന്നല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുടെയെങ്കിലും മനസ്സ് സത്യസന്ധമായി പറയണേ, ഞാനിത് നിങ്ങളോട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിന്ത ആദ്യം എൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പം നിങ്ങളൊക്കെ കല്യാണം കഴിച്ച ആളുകൾ എല്ലാവരും 99% നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സാണെന്ന്? സത്യം പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സാണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സാണോ ഭർത്താവിൻ്റെ മനസ്സാണോ? നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സാണ്. ആണോ? ആണോ അല്ലയോ? ഈ മനസ്സ് എപ്പോഴെങ്കിലും വേറൊരാളെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വേറെ ആൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ വേറൊരാൾ നിങ്ങളുടെ ആവുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം അവനവൻ്റേതായിട്ട് അവനവൻ്റെ കയ്യിൽ കൊണ്ടു നടന്നിട്ട് പിന്നെ നിങ്ങൾ പറയുകയാണ് ഭർത്താവ് എൻ്റെ ഭർത്താവാണ്. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ്? ആ മനുഷ്യൻ അയാളുടെ ഭർത്താവ് മനസ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് പറയുകയാണ് ഇവൾ എൻ്റെ ഭാര്യ പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ആകെ കൺഫ്യൂഷനായി സ്വാമി. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഭർത്താവ് പറയുകയാണ് ഇവൾ എൻ്റെ ഭാര്യ പറഞ്ഞാൽ സത്യത്തിൽ ശരിയാണോ? ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയിൽ ശരിയാണോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ പറയുന്നത്? ഒരാളോട് ഇവൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ മനസ്സ് എനിക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? മനസ്സൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? അപ്പം എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ശരിയാണോ? വ്യവഹാരത്തിലൊക്കെ അങ്ങനെ പറയണമെന്നല്ലാതെ അതൊന്നും ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരാൾക്കും ഒരാളുടേത് ആവാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ ആ ബോധത്തെ വിട്ടിട്ടൊന്ന് നിൽക്കാൻ പറ്റുമോ? ഞാനെന്ന് പറയണമെങ്കിൽ ആ ബോധം ഉണർത്തണം. ഉണ്ടോ? ഭർത്താവ്, ഭാര്യ, മക്കൾ, ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് മനസ്സിന് നിലനിൽക്കാം, പക്ഷെ ബോധത്തെ വിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഗോപികമാരതാ പറയണത്. ഗോപികമാരെ കൃഷ്ണൻ്റെ അടുത്ത് ഇല്ലയാണ് പറഞ്ഞു, രാത്രി സമയം നിങ്ങൾക്കൊക്കെ ഭർത്താവും മക്കളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഭർത്താവ് എന്ന് ചോദിക്കുകയാണ്. ഭഗവാനാകുന്ന ഭർത്താവിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. മറ്റ് ഭർത്താവിനെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, മറ്റൊരു ഭാര്യയെ വിട്ടാലും മനസ്സുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ആരെ വിടാൻ പറ്റില്ല? ആരെ വിടാൻ പറ്റില്ല? അപ്പം വിടാൻ പറ്റാത്ത ഭഗവാനോട് ബന്ധമില്ല, വിടാൻ പറ്റാത്ത ഭഗവാനോടൊരു ബന്ധവുമില്ല. വിടാൻ പറ്റുന്നവരെ നമ്മൾ വിടാതെ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരെന്താണ്? മനസ്സിലായതേ ഇല്ല. വിടാൻ പറ്റാത്തൊരു ഭഗവാനോട് ബന്ധവുമില്ല. നമുക്ക് എന്താ പറഞ്ഞത്? വിടാൻ പറ്റാത്ത ഭഗവാനോടൊരു ബന്ധവുമില്ല, നമ്മളെയോട്ട് പിടിച്ചിട്ടുമില്ല, നമുക്കാരെയോട്ട് പിടിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്തതൊക്കെ നമ്മൾ ബന്ധമുണ്ടെന്ന് കൊണ്ടു നടക്കുന്നത് അതല്ലേ പൊട്ടത്തരം? അതല്ലേ മണ്ടത്തരം? അതല്ലേ അജ്ഞാനം? ആണോ അല്ലയോ? ഇങ്ങനെ ജീവിച്ച് ദുരിതം അനുഭവിക്കുന്നു. അതുകൊണ്ട് വിവേകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്കിവിടെ ആരോടെ ബന്ധം പറ്റുള്ളൂ? എത്ര പേർക്ക് ആ ബോധം വന്നിട്ടുണ്ട്? എന്ത് ബോധം? ഇത് എളുപ്പമാണോ വരല്? ഇത് വരില്ല, എളുപ്പമാണോ? ഇതൊക്കെ ഇതിൻ്റെ ഹാളെന്ന് കേട്ട് പുറത്തു കഴിഞ്ഞാൽ കൈവിട്ടു, ഒറ്റ വിളി മതി, തീർന്നു, കാര്യം തീർന്നു. ഇതങ്ങനെയൊന്നും മനസ്സിലങ്ങനെ ഉറച്ചു നിൽക്കില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ഈ ഒരു ചക്രം, അത് നിങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും അത് അനസ്യൂതം കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ചക്രത്തെ പിടിച്ചു നിർത്താൻ ഒരാൾക്കും സാധ്യത.
കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഈ പരമസത്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും ഈ ചക്രം അനസ്യൂതമായി കറങ്ങിക്കൊണ്ടേയിരിക്കും. ആണോ? അപ്പം അതിൽ താളം തെറ്റാതെ മുന്നോട്ട് പോവല്ലേ വേണ്ടത്? അതിനൊറ്റ വഴിയല്ലോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു ഇത് ഉൾക്കൊള്ളണം. വെറുതെ ഇവിടെ ഇരുന്ന് താളത്തിൽ പാടിയിട്ട് എന്താ കാര്യം? താളത്തിൽ പാടിയിട്ട് അന്തമില്ലാത്ത മനസ്സും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഈ താളത്തിൽ പാടുന്നത് മനസ്സിനെ അന്തമുള്ളതാക്കാനാണ്, വിവരമുള്ളതാക്കാനാണ്. ഈ അറിവിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് ഇവിടെ ആരോടും പോയി കൂടുതൽ ഒട്ടലുണ്ടാക്കി ബഹളത്തിന് പോകേണ്ട യാതൊരു കാര്യമില്ല.